ഉണ്ണിയല്ലേ വിട്ടേക്ക്, ഉണ്ണിയല്ലേ വിട്ടേക്ക്. ഇല്ല, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ആ കേസ് പോലും ഇല്ലല്ലോ. ഉണ്ണിയുടെ വുമൻ സംതിങ് അല്ലേ, ഏതോ റൈറ്ററിൻ്റെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു. പക്ഷെ അവന്റെ പേര് തന്നെ ഒരു സുഖല്ലേ വായിക്കാൻ, പറയാൻ. ഉണ്ണി. അപ്പൊ ഉണ്ണിയായിട്ടുണ്ട് വിളിച്ചോ ആ കുട്ടി. സത്യം പറഞ്ഞ് ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നിപ്പോൾ കാണുന്ന കാരണം ടോവിനോട് ഞാൻ വിളിച്ചിട്ടുമില്ല. കാരണം പടം കാണാതെ വിളിക്കുന്നത് ശരിയല്ല. എൻ്റെ ഡ്രൈവറും പറഞ്ഞ് സാറാ ഇന്ന് പടത്തിന് പോകണമെന്നില്ല. അപ്പം ഇന്ന് തന്നെ പടം കാണുമായിരിക്കും. പടത്തിന് എനിക്ക് പലയിടത്തും റിപ്പോർട്ട് വന്നത് വെരി ഗുഡ് ഫിലിം എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോഴാണ് സുഖം. ആരുടെങ്കിലും പടം ആയിക്കോട്ടെ, ഓടട്ടെ എന്ന്. എത്ര ആൾക്കാർ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സംസാരമില്ല. എന്റെ പടത്തിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? ഉണ്ണിയും വിപിനും ഉണ്ണിയും വിപിനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് തെളിവ് സഹിതത്തോടുകൂടി വരും. നമ്മളിപ്പോ തെളിവ് അപ്പൊ തെളിവ് സഹിതത്തെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചോദിക്കാൻ വളരെ ലിമിറ്റഡ് സമയമേ ഉള്ളൂ. അപ്പൊ ഒരു ചെറിയ സിനിമയാണ്, നിങ്ങൾ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഇത് ലാസ്റ്റ് കേട്ടാ. എൻ്റെ ഫ്രണ്ടാണ് അബുസലി. ഓക്കെ, അവൻ എൻ്റെ ഒരു അനിയനെ പോലെ, സൈസിന് മാത്രമേ ഉള്ളൂ. ആ സൈസിൽ വയസ്സിലും എന്നൊക്കെ കുറവാണ്. പിന്നെ നിശാന്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വളരെ ക്ലോസ് ഫ്രണ്ട്. കുട്ടിക്കാലം മുതലൊക്കെ ഞാൻ വീട്ടിൽ കണ്ടിരുന്ന മാലേച്ചിയുടെ മോളാണ്. അപ്പോൾ അവനായിട്ടുള്ള അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മൾ സെറ്റിലിരിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ നമ്മളുടെ സീനിയർ ലുക്കിലാണ്. അപ്പൊ എനിക്ക് എന്തും അവരുടെ മുകളിൽ തമാശ പറയുന്നത് ഐ എം കംഫർട്ടബിൾ. പക്ഷെ പല സെറ്റിലും ഞാനിങ്ങനെ കംഫർട്ടബിൾ ആവില്ല. കാരണം അപ്പുറത്തേക്കുന്ന ആർട്ടിസ്റ്റും ഞാനുമായിട്ട് ആവുന്ന ബന്ധം ബോണ്ടിങ് ഇല്ലെങ്കിൽ ഐ ജനറലി കീപ്പ് എന്തെങ്കിലും അവർ വേണ്ട. പക്ഷെ ഇത് വി റിയലി എൻജോയ്ഡ് ഇറ്റ്. അത് ഞാനും അബുസലീമാണെങ്കിലും നിശാന്ത് ആണെങ്കിലും ശരി, വി എൻജോയ്ഡ് വർക്കിംഗ് ടുഗദർ. അതങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ഒരു സിനിമയിൽ എപ്പോഴും ഒരു റിലേഷൻ എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. ഒരു മോഹൻലാലിൻ്റെ യൂണിറ്റ് പോയി കഴിഞ്ഞാൽ പലരും പറയാറുണ്ടല്ലോ, അത് വേറൊരു ലോകമാണ്. ഇങ്ങനെ എല്ലാവരെയും കംഫർട്ടബിളാണ്. ഈ കുട്ടി നാളെ ഫസ്റ്റ് പടം അഭിനയിക്കാൻ പോകണം, പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്. അത് പെട്ടെന്ന് കൺഫ്യൂസ് ആക്കും അല്ലാതെ. അതാണ് വലിയ വലിയ കോൺഫിഡൻറ്റ് ആർട്ടിസ്റ്റ്. അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെ കോൺഫിഡൻസ് ആർട്ടിസ്റ്റ് ആണെന്നുള്ളതല്ല പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ വി വർ വെരി കംഫർട്ടബിൾ, വി എൻജോയ്ഡ് ഇറ്റ്. ഓക്കെ, മതി.